ഹായ് ഗൈസ്, വെൽക്കം ടു ഷാങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചാർജറാണ് ഇത് വരുന്നത്. ഇതിപ്പോൾ എം ജിയുടെ വിൻസറാണ് ഞാൻ വെഹിക്കിൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജറാണ്, അത് ഫാസ്റ്റ് ചാർജറാണ്, 7.4 കിലോവാട്ടിൻ്റെ ചാർജറാണ്. ഓക്കെ, അത് ഇൻസ്റ്റലേഷന് മുമ്പ് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് അവർ റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂസ് ബോക്സിൻ്റെ അകത്ത്, അതായത് നമ്മുടെ KCBയുടെ മീറ്ററിൻ്റെ അവിടേക്ക് പുറത്ത് പോസ്റ്റിൽ നിന്ന് വരുന്ന ലൈൻ 16 ആംപിയറിൻ്റെ സ്ക്വയർ എങ്കിലും വേണം. ഓക്കെ, അതേപോലെ 3 ഫേസ് കണക്ഷൻ വേണം. ഈ മീറ്റർ മറ്റേ ചാർജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7.4 കിലോവാട്ടിൻ്റെ ചാർജേഴ്സൊക്കെ സിംഗിൾ ഫേസ് ആണ്. ഒരു 11 കിലോവാട്ട് ആൻഡ് എബോവ് വരുമ്പോഴത്തേക്കൊക്കെ 3 ഫേസ് ചാർജേഴ്സാണ്. അതായത് പ്രീമിയം വെഹിക്കിൾ, ബെൻസ്, വോൾവോ അതിനൊക്കെ വരുന്ന 3 ഫേസ് ചാർജേഴ്സാണ് യൂഷ്വലി വരുന്നത്. ഇതിന് സിംഗിൾ ഫേസ് ചാർജറാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റിൽ നിന്ന് വരേണ്ട കേബിൾ 16 സ്ക്വയർ കേബിളായിരിക്കണം. ഓക്കെ, അതായത് നമ്മുടെ KCBയുടെ പുറത്തെ പോസ്റ്റിൽ നിന്ന് നമ്മുടെ മീറ്ററിലേക്കുള്ള കണക്ഷൻ 16 സ്ക്വയർ കേബിളെങ്കിലും മിനിമം വേണം. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു 3 ഫേസ് കണക്ഷൻ ആയിരിക്കണം. 3 ഫേസ് കണക്ഷനിൽ 63 ആംപിയേഴ്സിൻ്റെ വച്ചിട്ടുള്ള ഫ്യൂസ് വേണം. പിന്നെ ഈ മീറ്ററിൽ നിന്ന് നമ്മുടെ ഫ്യൂസിലേക്ക് പോകുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലൂ വയേഴ്സൊക്കെ കാണാം, അത് 10 സ്ക്വയർ എങ്കിലും മിനിമം വേണം. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ KCBയുടെ ലോഡ് നമ്മുടെ വീട്ടിലേക്കുള്ള ലോഡിൽ നമുക്കൊരു 7 അല്ലെങ്കിൽ 8 കിലോവാട്ട് എങ്കിലും നമുക്ക് അഡീഷണൽ ലോഡ് വേണം, എക്സ്ട്രാ ലോഡ് കപ്പാസിറ്റി വേണം. എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ KCB പോയിട്ട് റിക്വസ്റ്റ് ചെയ്യണം. ഒരു 8 കിലോവാട്ടിൻ്റെ എങ്കിലും അഡീഷണൽ ലോഡിൻ്റെ റിക്വയർമെൻറ്റ് ആഡ് ഓൺ ചെയ്യണം, റിക്വസ്റ്റ് കൊടുക്കണം. എന്നിട്ട് അത് അപ്രൂവൽ ആയതിന് ശേഷമേ നമുക്ക് മീൻസ് ചാർജർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മീറ്ററിൽ നിന്ന് നമ്മുടെ ഫ്യൂസ് ബോക്സിലേക്ക് 10 സ്ക്വയർ വയർ വേണം. ഇനി അവരുടെ വേറൊരു റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്യൂസിൽ നിന്ന് അവർക്ക് ഒരു MCB വെച്ച് കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെയാണ് വെച്ചേക്കുന്നത്. ഒരു MCB വെച്ച് കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. MCB നമുക്ക് 40 ആംബറിൻ്റെ MCB ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതിൽ നിന്നാണ് അവർ കണക്ഷൻ എടുക്കുക. അപ്പോൾ എന്തായാലും അവരുടെ ഒരു MCB കൂടി കാണും. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ELCB അല്ലെങ്കിൽ RCCB ആണ് വെച്ചേക്കുന്നത് 40 ആംപിയറിൻ്റെ. ഓക്കെ, 40 ആംപിയറിൻ്റെ 4 പോൾ DB ബോക്സ് വേണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനെന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് 3 ഫേസ് ഉണ്ടല്ലോ, ഏറ്റവും ലോഡ് കുറഞ്ഞ ഫേസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ചാർജറിൻ്റെ വയറിങ് എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 ഫേസിലെ 3rd ഫേസാണ് എനിക്ക് ഏറ്റവും ലൈറ്റ്സിനും വരുന്നൊക്കെ വളരെ കുറവ് വരുന്നത്. ആ ഫേസിൽ നിന്നാണ് നമുക്ക് ലൈൻ എടുത്തേക്കുന്നത്. ആ ലൈൻ നേരെ നമുക്ക് ഇങ്ങനെ കയറിയിട്ട് നമുക്കിവിടെ DB ബോക്സിലേക്ക് വരികയാണ്, 4 പോൾ DB ബോക്സിലേക്ക്. അവർ പറഞ്ഞേക്കണ MCB ഇൻസ്റ്റാൾ ചെയ്യാനാണ്. ഞാൻ കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ELCB അല്ലെങ്കിൽ RCCB ആണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഓക്കെ, കണ്ടോ? എന്നിട്ട് ഇവിടെ വരെ നമുക്ക് റിക്വയർമെൻറ്റ് അവർ പറയാറുള്ളൂ. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് വോൾട്ട് അവർ പറഞ്ഞ 2 പാടുള്ളൂ എന്ന്. അതായത് ന്യൂട്രും എർത്തും തമ്മിലുള്ള ലീക്കേജ് മാക്സിമം 2 വരെ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇതേപോലത്തെ ഒരു DB ബോക്സ് അവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ റെക്കമെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എർത്തും കൂടി ഈ DB ബോക്സിലേക്ക് അടിക്കുക. നമ്മുടെ അകത്തുനിന്ന് നമ്മുടെ ഹോമിന് എടുക്കാതെ, വീട്ടിലെ എടുക്കാതെ ഒരു എർത്തും കൂടി ഇതിനകത്തേക്ക് അഡീഷണലായിട്ട് നമ്മൾ അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാർജർ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ എർത്തിൻ്റെ വേരിയേഷനും എർത്തിങ് പ്രോപ്പർ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ എർത്ത് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഈ DB ബോക്സ് ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് ഈ DB ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഒരു എർത്തിങ് കൂടി കൊടുക്കുക. ഓക്കെ, ഇതിനകത്തേക്ക് വരുന്നത് 10 സ്ക്വയർ കേബിളായിരിക്കണം നമ്മുടെ ഫ്യൂസിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഫ്യൂസിൽ നിന്ന് വരുന്ന 10 സ്ക്വയർ കേബിളായിരിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ റിക്വയർമെൻറ്റ് വരുന്നത്. ഈ 4 പോൾ DB ബോക്സും MCB അല്ലെങ്കിൽ RCCB ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി അതിൽ നിന്ന് നമുക്ക് വയറിങ് വരുന്ന അവരുടെയാണ്. ഓക്കെ, അവരുടെ 10 സ്ക്വയർ UGC കേബിളാണ് വരുന്നത്. ഇത് അപ് ടു 10 മീറ്റർ വരെ നമുക്ക് ഫ്രീ ഉണ്ട്. അതിനുശേഷം നമുക്ക് പെർ മീറ്ററിന് ക്യാഷ് കൊടുക്കണം. ഇതാണിപ്പോൾ അവർ ചെയ്തേക്കുന്നത്. ഇത് കൂടി ഡ്രില്ല് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവരുടെ MCB ബോക്സാണിത്. ഓക്കെ, അവരുടെ MCB ബോക്സിലേക്ക് ഒരു MCB ഉണ്ട്, ഡബിൾ പോൾ MCB കണക്ട് ചെയ്ത് വെച്ചേക്കാണ്.
എന്നിട്ടാണ് അതിൽ നിന്ന് നമുക്ക് ചാർജറിലേക്ക് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എം ജിക്ക് എക്സികോം എന്ന് പറഞ്ഞ ചാർജറുണ്ട്, ടയറക്സ് എന്ന് പറഞ്ഞ ചാർജറും ഉണ്ട്. നമുക്ക് ടയറക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഇന്ന് 1 ഇയർ വാറണ്ടിയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 7.4 kW ചാർജറാണ് ഇൻസ്റ്റലേഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് റിക്വയർമെൻറ്റ്സ് വരുന്നത്. പിന്നെ ഉള്ളത് ഇനി 3.3 ചാർജറാണ്. അത് നമ്മുടെ ഒരു 16 amps സോക്കറ്റ് പോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യം മറക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 7.4 kW അഡീഷണൽ ലോഡ് കപ്പാസിറ്റി, അതായത് ഫ്രീ ലോഡ് വേണം നമ്മുടെ ടോട്ടൽ കണക്ഷൻ ലോഡ് ചെയ്യുന്നത് നമ്മുടെ KICBയിൽ. അതും കൂടി ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് അടിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.